ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ പുഡിങ് കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ആഗർ പൗഡർ അഥവാ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലോട്ട് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 750 ml പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ജലാറ്റിനൊന്ന് കുക്കായി വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ജലാറ്റിൻ നന്നായിട്ട് കുക്കായി ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിനെ ഒരു പുഡിങ്ങിൻ്റെ ഒരു ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രേയിലും ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 1/2 ടീസ്പൂൺ ജലാറ്റിനും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റായതിന് ശേഷം മാത്രം ഇത് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു പാനിലോട്ട് 2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തിളച്ച് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജലാറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലാറ്റിനൊന്ന് ഇതിലോട്ട് അലിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് റെഡ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറിയ ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ ആദ്യം സെറ്റാവാൻ വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ ഈ റെഡ് കളർ വരുന്ന ഈ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൊത്തം ഒന്ന് അലിഞ്ഞു പോവും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്താൽ സംഭവം റെഡിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.